എല്ലാം പറഞ്ഞു. രസകരമായ അനുഭവം, വേറിട്ട ചിന്ത, പുതിയ കാലഘട്ടത്തിൻ്റെ ചിന്തകളാണ് ഈ സിനിമയിലൂടെ പങ്കുവച്ചേക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പോയി കാണുക, ആസ്വദിക്കുക. എൻ്റെ നാട്ടുകാരൻ അജിത് വിനായക, അതിങ്ങനെയുള്ള സിനിമകളൊക്കെ ചിലപ്പോൾ ഒരു നിർമ്മാതാവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തൊന്നും എടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അത് ആ സംവിധായകൻ കൃഷാന്തിലുള്ള വിശ്വാസം, ആ ക്രൂവിലുള്ള വിശ്വാസം, അത് അതിമനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് വരികയും അത് പെർഫോമൻസിലൂടെ രജിഷയായാലും നിരഞ്ജനായാലും, നിരഞ്ജൻ ഇപ്പം എൻ്റെ സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ്. അപ്പോൾ അന്ന് ആ പടത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിരഞ്ജൻ്റെ പെർഫോമൻസ് ഒരുപാട് മാറി. അഭിനയിച്ച ഓരോരുത്തരും മനോഹരമായി ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്ക് മനോഹരമായിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലുപരി ഞാൻ പറഞ്ഞില്ല, ഒരു തോട്ട്, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, മസ്തിഷ്ക മരണമല്ല സംഭവിച്ചിരിക്കുന്നത്, സംവിധായകൻ്റെ മസ്തിഷ്കം കൂടുതൽ ഉണർന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച തീർച്ചയായിട്ടും. അല്ല, ഒരുപാട് അപ്ഡേറ്റ് ആവുക എന്നതല്ല, നമുക്ക് ഏറ്റവും മികച്ച സിനിമകൾ ഉണ്ടാവണം. സിനിമ മേഖല പൊതുവെ സ്ട്രഗിളിലാണ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ ബിസിനസ് നടക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ സിനിമകളുടെ എണ്ണം കുറഞ്ഞിട്ട് മികച്ച സിനിമകൾ ഉണ്ടാവണം. ഒരുപാട് സിനിമകൾ ഒരാഴ്ച ഉണ്ടാവുക എന്നുള്ളതല്ല, കുറച്ച് സിനിമകൾ ഉണ്ടായാലും മതി. ഉള്ള സിനിമകൾ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമകളാവണം എന്നുള്ളൊരു അഭിപ്രായമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോയി കാണാം. അല്ല ഇതിപ്പോൾ ഒരു സർക്കാസ്റ്റിക് മൂഡിൽ അവതരിപ്പിക്കുക, കാര്യം ഇതൊരു ഭാവനയാണ്. ഇപ്പം ഇല്ലാത്ത ഇത് ഇന്നതുപോലെ ഭാവിയിൽ സംഭവിച്ചേക്കാനുള്ള സാധ്യതകളെ അയാളുടെ ചിന്തകളിൽ കൊണ്ടുവന്നുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ അതിന് ഭയങ്കര റിയലിസം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ റിയലിസത്തിൽ നിന്ന് മാറി അതിനെ ഒരു സർക്കാസ്റ്റിക്കലി അവതരിപ്പിക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ആസ്വദിച്ചിരുന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മുടെ ലോജിക്കൽ ചിന്തയ്ക്കോ യുക്തിക്കോ പ്രാധാന്യമില്ല. ഇതൊരാളുടെ ഭാവനയാണ്. അതായത് ഇനിയുള്ള കാലത്ത് ഇതൊക്കെ സംഭവിച്ചേക്കാം എന്നുള്ള ഒരാളുടെ ചിന്ത അയാൾ വളരെ രസകരമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ കിട്ടും ആവശ്യത്തിന് അനാവശ്യത്തിനൊക്കെ കൊണ്ടുകൊണ്ടാണ്. നിങ്ങൾ സൂക്ഷിച്ചു, മറ്റൊരാളുടെ ജീവിതമാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എല്ലായ്പ്പോഴും. അല്ല അത് നമ്മൾ ഈ ടെക്നോളജി നമുക്ക് ഏറ്റവും ഫലപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കണം. ടെക്നോളജി നമ്മളെ ഉപയോഗിച്ചു കൊടുക്കരുത്, നമ്മൾ ടെക്നോളജിയെ നിയന്ത്രിക്കണം. എന്തിൻ്റെയും ചരട് മനുഷ്യൻ്റെ കയ്യിലാവണം, തിരിച്ചാകാൻ പാടില്ല. അത് പക്ഷെ അറിയില്ല, ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അപ്പം ടെക്നോളജി നമ്മളെ കീഴടക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. കുറഞ്ഞ പക്ഷം അവിടെ നമ്മൾ കുറച്ച് മനുഷ്യനായാൽ മതി. നമ്മളുടെ മാനുഷിക മൂല്യവും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറേയൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വലിയൊരു അതിപ്രസരമൊന്നും ടെക്നോളജിയിൽ ഉണ്ടാവത്തില്ല. അതേസമയം ടെക്നോളജിയുടെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്തിഷ്ക മരണം 2 വാക്ക് കഴിഞ്ഞു. റിവ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ കൃഷാന്തിൻ്റെ തലയുടെ എന്താ സംഭവിക്കുന്നത് എന്നറിയാനൊരാഗ്രഹം. ബിക്കോസ് അത്രയും ക്രേസി ആയ ഭ്രാന്തമായ ഒരു കോൺസെപ്റ്റ് അല്ല, ലൈക്ക് ഇൻസെയിൻ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഒരു ഹൗ ഡു ഐ സേ ദിസ്, ബ്ലാക്ക് മിറർ കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് മിറർ മീറ്റ്സ് ഓസ്റ്റിൻ പവേഴ്സ്. അപ്പം ഒരു സ്പൂഫി സാറ്റയർ, ഡിസ്റ്റോപ്പിയൻ, സയൻസ് ഫിക്ഷൻ, സൈക്കോളജിക്കൽ, like so many things going on, you know. ഒരു സാറ്റയർ ആണ്, ടെക്നോളജീനെ കുറിച്ചുള്ള സംഭവങ്ങളുണ്ട്. സോ വെരി വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ലൈക്ക് ഐ സെഡ്, എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് ഇതിന് മനസ്സിലാക്കാൻ പറ്റും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ബിക്കോസ് അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇറ്റ്സ് ഗോയിൻ ടു ബ്രേക്ക് ബൗണ്ടറീസ്, ഇറ്റ്സ് ഗോയിൻ ടു ടെസ്റ്റ് പീപ്പിൾ. എൻ്റെ അമ്മയ്ക്കൊക്കെ ഒന്നും മനസ്സിലായില്ല. അമ്മക്ക് ഇത് എന്ത് തേങ്ങയാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്കറിയാമല്ലോ, ഇത് മലയാളം സിനിമയാണ്, നമ്മൾ മറക്കരുത്. വളരെ ഡിഫറെൻ്റ് ആയ ബഡ്ജറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു മൂവിയാണ്. അതിൽ നമ്മളെ ആ ഏരിയയിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. 2046 ഒരു ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള ലോകമായിരിക്കും എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പം നിങ്ങൾ ബ്ലാക്ക് മിറർ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചില സമയത്ത് നമുക്ക് കാണാം ഒരു ഫ്യൂച്ചറിൽ ടെക്നോളജി എവിടെ എത്തുന്നോ എന്നതിനെ കുറിച്ചൊരു സംഭവമുണ്ട്. അതിൻ്റെ കുറേ റെഫറൻസസ് ഇതിനകത്തുണ്ട്. സോ അതും പക്ഷെ വളരെ കോമിക്കലി, തമാശയിലൂടെ, സ്പൂഫിലൂടെ, സാറ്റയറിലൂടെ സമകാലിക പ്രശ്നങ്ങൾ ആ സമയത്ത് എത്തുമ്പം എത്രയധികം നമ്മളുടെ ഡിപ്പെൻഡൻസ് ആണ്, വേറെ കുറേ കഥ ഓൾ മിക്സ്ഡ്. ഇറ്റ്സ് പ്രാന്തനായ ചിത്രമാണ്. ഇറ്റ്സ് എ മാഡ് ഫിലിം. ഐ തിങ്ക് മലയാളം സിനിമ ഹാസ് ഓൾവേസ് ബ്രോക്കൺ ബൗണ്ടറീസ്. അങ്ങനത്തെ ഒരു ചിത്രമാണ്. അപ്പം ആൾക്കാരുടെ സ്വീകരണം എങ്ങനെ ഉണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ലൈക്ക് ഐ സെഡ്, ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് ഒട്ടും മനസ്സിലാവില്ല. ബട്ട് ദാറ്റ് ഇസ് സിനിമ, റൈറ്റ്? യു നീഡ് ടു കീപ് പുഷിംഗ് ദി envelope and Malayalam cinema is doing it very well done. Experience? It was good movie, must watch. അടിപൊളി പടം. ഈ പടം ഹിറ്റ് ആണ് ആയ നമ്മളൊക്കെ നല്ലതാണ്. നല്ലൊരു മൂവിയാണ്. ലൈക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് മൂവിക്ക്. അപ്പോൾ എല്ലാവരും കാണേണ്ട പടമാണ്. ലൈക്ക് ഈ ഒരു ജനറേഷനിൽ ഇങ്ങനത്തെ ഒരു മൂവി ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവീസാണ്. അതെ, ഫാക്ട്സ് ആണല്ലോ അത്. ലൈക്ക് ഉള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മൂവിയിലായാലും ചെയ്തേക്കുന്നത്. സോ നല്ല മൂവിയാണ്.
പിന്നെ എങ്ങനെയുണ്ട് 2.25 മണിക്കൂർ രണ്ടേ മുക്കാൽ മണിക്കൂർ നമുക്ക് ടൈം പോയതേ അറിഞ്ഞില്ല. കാരണം നല്ലൊരു മൂവി ആയതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയത്. രജിഷയുടെ പല പെർഫോമൻസ് രജിഷ ചേച്ചി വാസ് ലൈക്ക് ഇംപ്രസീവ്. ലൈക്ക് നമ്മൾ കുറേ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചെയ്ത ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വെരി നൈസ്. ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. സോ എക്സ്പീരിയൻസ് വെരി നൈസ്, മൈൻഡ് ബ്ലോയിങ്. എങ്ങനെയുണ്ടായിരുന്നു ടോട്ടലി ഒരു വർക്ക്? അടിപൊളിയായിരുന്നു. നല്ല പടം, ആസ് ഇൻ നല്ല പടം എന്നല്ല, ഡിഫറെൻറ്റ് പടം. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരുപാട് എലിമെന്റ്സ്. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു അവിഡ് സിനിമ ഗോറാണ്. അപ്പം ഇതിങ്ങനെ ഒരു പടം ഞാൻ കണ്ടിട്ടില്ല. കൃഷാന്തിൻ്റെ വലിയ ഫാനുമാണ് ഞാൻ. രജീഷ, ദിവ്യ എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ഓൺ ആണ്. നന്നായിട്ടുണ്ട്. ദിവ്യപ്രഭയും നന്നായിട്ടുണ്ട്. എവ്രിബഡി ഹു ആക്ടഡ് ഇൻ ഇറ്റ് ആ എലിമെന്റ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. നല്ലായിരുന്നു. ജോക്സ് ഒക്കെ കണക്ട് ആവുന്നുണ്ടായിരുന്നു. മിക്ക ജോക്സും ലാൻഡായിട്ട് ഓഡിയൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യായിരുന്നു പടം. അടിപൊളി മൂവി. മലയാളത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ട് എന്ന് വീണ്ടും തെളിയിക്കുന്നൊരു മൂവിയാണ് മസ്തിഷ്കമരണം. കൃഷാന്തിൻ്റെ ഡയറക്ഷൻ അടിപൊളിയാണ്. വളരെയധികം സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് വളരെ ഹ്യൂമറസ് ആയിട്ടും കൈകാര്യം ചെയ്തിട്ടുണ്ട്. രജിഷയുടെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും രജിഷയുടെ. അല്ല, ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആ ക്യാരക്ടേഴ്സിനനുസരിച്ച് ആൾ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതൊരു വെറൈറ്റി ആയിരിക്കും. അത് രജിഷ ഗംഭീരമായിട്ട് ചെയ്തു. ആക്ച്വലി 2:45 ഉണ്ടെന്നുള്ളത് എനിക്കിപ്പോഴുണ്ടോ ലൈക്ക് അങ്ങനെ ഒരു സമയത്തിൽ നമ്മൾ ബോധോടായില്ല. കാരണം ഇതിൽ ശരിക്കും നമ്മൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ പടം ഗംഭീരമാണ്. എല്ലാ ആക്ടേഴ്സും, ദിവ്യപ്രഭയാണെങ്കിലും വിഷ്ണു അഗസ്ത്യ ആണെങ്കിലും എല്ലാവരുടെയും ഒരു ആക്ടിങ് പെർഫോമൻസ് എല്ലാം ഗംഭീരം. ഡ്രാമ, ഹ്യൂമർ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എന്താ ഓഡിയൻസിന് ഇത്ര നേരം പിടിച്ചിരുത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ മലയാള സിനിമ ബൗണ്ടറീസ്. അതെ, അല്ല കുറേ കാലമായിട്ട് നമ്മൾ തകർക്കുന്നുണ്ടല്ലോ, ഇനിയും തകർക്കുന്നു. വെരി ഡിയർ ഫ്രണ്ട് ആൻഡ് കലീഗ്. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഭയങ്കര ക്രേസി തോട്ടാണ്. റിയലി ഹോപ്പ് എല്ലാവരുടെ പെർഫോമൻസസ് ഭയങ്കര ഇഷ്ടമായി. ടെക്നിക്കൽ ക്രൂ, ബിഗ് ഷൗട്ട് ഔട്ട് ടു ദ ടെക്നിക്കൽ ക്രൂ. ഹോപ്പ് ഇത് തിയേറ്ററിൽ നന്നായി വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കണ്ടിട്ട് ഐ ഡോണ്ട് വോണ്ട് ടു സേ എനിത്തിങ് സ്പോയിലേഴ്സ് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് പടം വിജയിപ്പിക്കും. കൃഷാന്ത് സാറിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക് സോ ഫാർ എന്ന് പറയുന്നത് അങ്ങനത്തെ അത്രയും നല്ല സിനിമ. മലയാളത്തിൽ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ വരണ്ടേ? ഒരു ഭയങ്കര വെറൈറ്റി അല്ലേ? അതെ. എത്ര വർഷം മുന്നോട്ട് പോയെന്നുള്ളതാണ്. അതെ. എങ്ങനെയുണ്ടാണ് രജിഷ ടോട്ടലി? ഗംഭീരം. രജിഷ ആക്ച്വലി ഞാനിപ്പോൾ അത് പറഞ്ഞുള്ളൂ. അതായത് എയറിൽ കയറ്റിയവരെ എല്ലാവരെയും തിരിച്ച് പുള്ളിക്കാരി എയറിലോട്ട് കയറ്റിയിട്ടുണ്ട്. അത്രയും രസം. നല്ല പെർഫോമൻസ്. അത്രയ്ക്ക് നല്ല സ്ക്രിപ്റ്റ്. ഗംഭീരം. ആക്ച്വലി നല്ലൊരു 2045 ഇപ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ്. സിനിമ അടിപൊളിയായിരുന്നു. സിനിമ പറയാനില്ല. കാര്യം ഉറപ്പായിട്ടും പ്രശാന്തിൻ്റെ എല്ലാ പടങ്ങളും പോലെ തന്നെ ഒരു വ്യത്യസ്തമായ പടമാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പടമാണ്. നമുക്ക് വേറെ ഒരു വേൾഡ് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് പ്രോബ്ലി ഫ്യൂച്ചറിലുള്ള ഒരു ലോകത്തെ പറ്റി ഒരു ചെറിയ ഐഡിയ തരുന്ന, അല്ലെങ്കിൽ പ്രോബ്ലി ഇങ്ങനെ ആവാതിരിക്കാം. നമുക്കങ്ങനെ ഒരു വേറൊരു ഇമാജിനേഷനിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ എല്ലാവരുടെയും ഭയങ്കര അത് കമൻറ്റബിൾ ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ വേൾഡിന്റെ വ്യൂയിങ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് പിന്നെ നമ്മൾ ആ വേൾഡിൽ എനിക്ക് ആദ്യത്തെ ഒരു രണ്ട് സീനിൽ നമുക്ക് ആ വേൾഡിൽ ഇന്നാവാൻ വളരെ എളുപ്പമാണ്. ആൻഡ് കൃഷാന്ത് ഭയങ്കര കൃഷാന്ത് എല്ലാ പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ആ വേൾഡിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ പുള്ളി എല്ലാ പടങ്ങളും എടുക്കുന്നത്. ഈ പടവും അങ്ങനെ തന്നെയാണ്. ആൻഡ് ഒരു കമേഴ്ഷ്യൽ, വളരെ പക്കാ കമേഴ്ഷ്യലായിട്ടുള്ളൊരു പടം കൂടെയാണ്. നല്ല സിനിമയായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. മലയാളത്തിൽ സിനിമ ആദ്യമായിട്ടാണല്ലോ, അപ്പൊ അങ്ങനെ തോന്നി? അത് തന്നെയാണ് ഈ സിനിമയുടെ യുണീക്നെസ് എന്ന് പറയുന്നത്. നമ്മളധികം കണ്ട് പരിചിതമല്ലാത്തൊരു സബ്ജക്റ്റാണ്. അത് വളരെ രസമായിട്ട് കൃഷ്ണൻ ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ഭയങ്കര രസമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു 2-2.5 മണിക്കൂർ വളരെയധികം എൻഗേജിങ് ആയിരുന്നു.
ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഫ്യൂച്ചറിൽ കിട്ടിയ വർക്ക് ചെയ്യുമോ? അത് ഇവിടെ ഒരു പ്രസക്തിയുള്ള കാര്യമല്ല. ദാറ്റ് ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. ടോട്ടൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല പെർഫോമൻസസ് ആയിരുന്നു. ഞാനത് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. നല്ല പടമായിരുന്നു. വെരി ഡിഫറെൻറ്റ് മൂവി. കൃഷാന്തിൻ്റെ പൊതുവെ എല്ലാ പടങ്ങളും ഇങ്ങനെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. ഈ പടം നല്ല പടമാണ്. എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണണം. ബിക്കോസ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം. സോ ഇങ്ങനത്തെ പടത്തിന് ഒരു ഓഡിയൻസ് നമുക്ക് വേണം. ഒരു ടോട്ടലി ആ കൺസെപ്റ്റ് ഒരു 2.5 മണിക്കൂർ തന്നെ നമ്മളൊരു സമയം പോകാത്ത രീതിയിൽ കണ്ടിരിക്കുന്നു. അതെ, ഇറ്റ്സ് നല്ല ഫാസ്റ്റ് പേസ് പടമാണ്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഓഡിയൻസിന് ഇത് കണക്റ്റ് ആവും. ഞങ്ങൾക്ക് എല്ലാവർക്കും കണക്റ്റ് ആയി. ആൻഡ് രജീഷയുടെ ഒരു സൂപ്പർ. രജീഷ സൂപ്പറായിരുന്നു. പടത്തിന് മ്യൂസിക് നല്ലതായിരുന്നു. എല്ലാം മൊത്തത്തിൽ പടം ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എല്ലാ ആക്ടേഴ്സും എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. പടം ഇപ്പം ഈ പറഞ്ഞ പോലെ അതൊരു അറിയാം, എല്ലാവരും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കഥയാണ് പറയുന്നത്. ക്യാരക്ടേഴ്സും എല്ലാവരും. ആൻഡ് ഞാനും അതിൻ്റെ ഒരു പാർട്ടാണ്. ഞാൻ അതിൻ്റെ ഒരു പാട്ട് പാടിയ ആളാണ്. സോ ഇതിനകത്ത് മ്യൂസിക്കലി തന്നെ ഒരു 12 ട്രാക്സ് എല്ലാം ഹിപ്പ് ഹോപ്പ് റാപ്പിംഗ് ആയിട്ടുള്ള റാപ്പേഴ്സും ഹിപ്പ് ഹോപ്പും കൂടെ തമ്മിലുള്ളൊരു മിക്സാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യനും ഓരോ തരത്തിലായിരിക്കും കണക്ട് ചെയ്യുക. സോ എനിക്ക് കണക്റ്റ് ആവുന്ന വെച്ച് ഞാൻ ജനറലൈസ് ചെയ്യില്ല. സോ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതാ പറഞ്ഞേ നമുക്ക് ഇന്നത്തെ കുറേ ഇപ്പോൾ നമ്മൾ ജെൻസി വേർഡ്സ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഹ്യൂമറും സയൻസും ആ വേർഡുമായിട്ടൊക്കെ പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പം അതിനെക്കുറിച്ച് അറിവില്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും ഇത് ഓരോ തരത്തിലായിരിക്കും കണക്ട് ചെയ്യാൻ സാധ്യത. ബട്ട് വളരെ നല്ല കണക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു പുതിയ ഫോർമാറ്റ് ഓഫ് കഥ പറച്ചിലായിട്ടും തോന്നിയിട്ടുണ്ട്.